ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ ഡോക്ടർ നിഷ നുജുമുദ്ദീൻ അവർ പബ്ലിക് പോളിസി എക്സ്പെർട്ട് ആണ്, അനലിസ്റ്റ് ആണ്. ഡോക്ടർ നിഷ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് കുറച്ച് ദിവസങ്ങളെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് രാത്രി കൂടി ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണം ഒരുങ്ങുകയാണ്. ഇപ്പോൾ ജയിലിന് പുറത്തെ ദൃശ്യങ്ങൾ അതാണ് സൂചിപ്പിച്ചത്. അനുകൂലിക്കുന്നുണ്ടോ താങ്കൾ ഇത്തരത്തിൽ ബോബിക്ക് നൽകുന്ന സ്വീകരണത്തെ? ഇത് വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി, ശരി. ഒന്നുകൂടി വിളിക്കാം ഡോക്ടർ നിഷ. ശ്രീ പണിക്കർ പ്രതീക്ഷിച്ചതാണ്. ശരി, നിഷ പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കാം. സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ബോബി ചെമ്മണ്ണൂർ ചെയ്തത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ദ്വാരത്തെ പ്രയോഗം യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആർട്ടിക്കിൾ 19 ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം എന്നാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പക്ഷെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാൻ എന്നുള്ളതല്ല. നമ്മൾക്ക് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു തമിഴിലൊരു വളരെ ഫേമസ് ആയ ഒരു കോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തിരുവള്ളൂർ എന്ന് പറഞ്ഞൊരു റൈറ്റർ എഴുതിയതാണ്, എടം പൊരുൾ ഏവൽ. അതായത് സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഹണി റോസ് എന്നൊരു നടി വന്നിട്ട് ഒബ്വിയസ്ലി അവർക്ക് നടന്ന ഒരു ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഇൻസൾട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് ആ ഒരു കാര്യത്തിൽ. കാര്യം അവർ ഒരുപാട് അത് സഫർ ചെയ്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇടം പൊരുൾ ഏവൽ എന്നൊരു കാര്യം ഫോളോ ചെയ്യേണ്ടത് വളരെ 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 അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കുംഭമേള നടക്കുമല്ലേ, കുംഭമേളയിൽ സ്വാമിമാര് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് കോളേജിലോ സ്കൂളിലോ പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ്. ഇപ്പൊ ഞാൻ ബിക്കിനിയും ഷോർട്സ് വിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേറെയാണ് മര്യാദ. സോ നമ്മൾക്ക് ബേസിക്കായി മര്യാദ എന്ന് പറഞ്ഞ് കീപ്പപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഹണി റോസിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ക്രിറ്റിസിസം കേൾക്കുന്നത്. അവർക്ക് ഹേർട്ടായി, ഒക്കെ ശരി തന്നെ. പക്ഷേ അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ടോ? എല്ലാ സെലിബ്രിറ്റിയും ട്രോൾ ചെയ്യുന്നുണ്ട്. ഹോളിവുഡ് ആകട്ടെ, ടോളിവുഡ് ആകട്ടെ, മറ്റ് ഭാഷയുള്ള സിനിമാസ് ആകട്ടെ, എല്ലാ തരത്തിലുള്ള വസ്ത്രം എല്ലാവരും ധരിക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് ഒരു ഇടവും സ്ഥലവും ഒക്കെ തന്നെയുണ്ട്. അവർ കൊടുക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ് നമ്മുടെ അപ്കമിങ് ജനറേഷൻസ് ആകട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കാകട്ടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് വന്നിട്ട് കുറച്ച് മോശമായ രീതിയിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രോബ്ലമായി തോന്നുന്നത്. ഇവിടെ ഞാൻ ഹണി റോസ് തെറ്റുകാരിയെന്നല്ല പറയുന്നത്. അവർക്കുണ്ടായ ആ ഒരു വിഷമം, അവർക്കുണ്ടായ ഇൻസൾട്ട് വളരെ വളരെ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് അതിൽ. എന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്ന എല്ലാം തന്നെ ശരിയാന്ന് പറയാൻ നിൽക്കത്തില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്ത് വളരെ തെറ്റാണ്. അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. അതേമാതിരി കൊണ്ടിട്ടൊന്നുമില്ലല്ലോ. മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മാപ്പ് പറയുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് ഒരു അവസരം ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ നിഷ? ഈ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഈ അറസ്റ്റിലേക്ക് വന്ന ആ സമയത്താണ്. അതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് അവസരമുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് അറിയിച്ചതാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കോർഡിനേറ്ററെ വിളിച്ച് ഹണി റോസിന്റെ അമ്മ തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ ഈ ഒരു അധിക്ഷേപ ശരങ്ങൾ തുടരുകയായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മള് ഹണി റോസ് ആട്ടെ ബോബി ചെമ്മണ്ണൂർ ആട്ടെ, അവരാരും സെയിന്റ് ഒന്നും അല്ല, അവരെ മദർ തെരേസയും ഗാന്ധിജി ഒന്നും അല്ല. എല്ലാ മനുഷ്യർക്കും ദേഷ്യവും സങ്കടവും വികാരങ്ങളും എല്ലാം തന്നെയുണ്ട്. അവരുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി. ഒരു തമാശ എന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു, ഇല്ലെന്നല്ല, പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അത് വളരെയധികം ഊതിപ്പെരിപ്പിക്കുക മാത്രമല്ല, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല. ഇപ്പൊ ഹണി റോസ് വന്നിട്ട് നിലവിലസി ഞാൻ അവരൊരു നല്ല നടിയാണ്, പക്ഷേ തനിക്ക് ഇതിലൂടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കിട്ടുകയും തനിക്ക് ഇനി ഇതിൽ കൂടുതൽ പടങ്ങൾ കിട്ടുകയും എന്നൊരു ലെവലിലേക്ക് കൂടി അവരുടെ PR തന്നെ വളച്ചൊടിക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവരൊത്തിരി വേറെ അന്യഭാഷ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സ്ത്രീ തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ കോൺട്രവേഴ്സി കൊണ്ട് അവരുടെ പോപ്പുലാരിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ആവുകയും അതുപോലെ തന്നെ അവർ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതൊക്കെ നടന്നു. എന്നാൽ ഞാൻ ഒരു തെറ്റുകാരിയാണ്. നമുക്കൊരു ശബ്ദം ഉണ്ടാവണമെങ്കിൽ രണ്ട് കൈയും കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ ശബ്ദം ആവാറുള്ളൂ. അല്ലാതെ ഒരു കൈ മാത്രം അടിച്ചെന്ന് പറഞ്ഞ ശബ്ദം വരാറില്ല. ഈ ഒരു ബേസിക് ആയ ലോജിക് മനസ്സിലാക്കണം. വളരെ പ്രാഗ്മാറ്റിക്കും അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു ഒരു കോണ്ടെക്സ്റ്റ് ആണിത്. ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ പോലും ഈ സ്ത്രീയുടെ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എനിക്കൊരു ചോദ്യചിഹ്നമായി തോന്നുന്നു. അവരത് മിണ്ടാതിരിക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അവർക്ക് പറയുവാൻ അർഹതയില്ലായിരുന്നു, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുവാൻ അർഹത ഈ ഹണി റോസിന് ഇല്ലായിരുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? തനിക്ക് ഇൻസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പരാതി കൊടുക്കണം. ഡിഫമേഷൻ സൂട്ട് ഇന്ത്യൻ ലോസ് പ്രകാരം ഡിഫമേഷൻ സൂട്ട് ചെയ്യുക തന്നെ ചെയ്യാം. പക്ഷെ ആ ഡിഫമേഷൻ സൂട്ട് ചെയ്യുമ്പോൾ അതിന് ക്രിറ്റിസിസം വരികയും നമ്മൾ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ഉള്ള മനക്കുട്ടി വേണം.
അത് വിട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ ഫാമിലിനെ എന്നെ താഴെ ഇടുന്നു, രാഹുൽ ഈശ്വരപ്പെട്ട് ജയിലിൽ ഇടണം, ഇങ്ങനത്തുള്ള വാദങ്ങളൊക്കെ വളരെ വളരെ അറ്റർ നോൺസെൻസ് ആണ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് കൂടെ അല്ല തന്റെ സപ്പോർട്ട് വാങ്ങിയെടുക്കേണ്ടത്. റാദർ താൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ശരി, നല്ല കാര്യം തന്നെ, അവർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, അതിന് മാപ്പ് പറയുകയും ചെയ്തു. എങ്കിൽ അവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതും ശരിയാണോ? അതാ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, ഇടം പൊരുൾ ഏവൽ, നമ്മളൊരു മാതൃകയായിരിക്കണം. ഒരു പബ്ലിക് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പൊതു ഒരു പബ്ലിക് ഫിഗർ എന്ന് പറയുമ്പോൾ അവര് ബേസിക് ആയി ചില കോൺഷ്യസ്നെസ് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. കാര്യം അവിടെ അവർക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒത്തിരി ആരാധകരുണ്ട്, അവർക്ക് ഒത്തിരി അധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജും ഇല്ലേ, നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോഡസ്റ്റ് ആയിരിക്കണം. ഈ മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പറത്ത് ഇട്ടുകൊണ്ട് പോകാനല്ല ആരും പറയുന്നത്. പക്ഷെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് അവർ ബിക്കിനി ധരിക്കട്ടെ, അവർ ഷോർട്സ് ധരിക്കട്ടെ, അവർ തുണിലാവുകൾ നടക്കട്ടെ, പ്രശ്നമില്ല. പക്ഷെ അതിനൊരു സ്ഥലമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ആവശ്യമില്ലാത്ത തോട്ട്സ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പ്രലോഭനങ്ങളിലേക്ക് വഴിതിരിക്കുന്ന പോലെ ഒരു നോർമൽ ജ്വല്ലറി ഉദ്ഘാടനമാകട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ഉദ്ഘാടനമാകട്ടെ, അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രൈംസ് വിൽ ഓൾസോ ഇൻക്രീസ്, റൈറ്റ്? ഇപ്പൊ അവര് വന്നിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്, ഒരു സ്ത്രീ എങ്ങനെ പറയുന്നു, സ്ത്രീകൾ ഒരുപാട് പേരെല്ലാം പറയുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടെക്സ്റ്റില് ഹണി റോസ് ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരുടെ ഭാഗത്തും ചില നടപടികൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തും ചില കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്യണമായിരുന്നു. ഇനിയെങ്കിലും അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവര് സ്ലീവ്ലെസ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ അവര് ഒരു കുട്ടി ഡ്രസ് ഇടുന്നുണ്ടോ എന്ന് എനിക്ക് ആർക്കോ പ്രശ്നമില്ല. അല്ല, അതിനപ്പുറം അവർ എന്താണ് ചെയ്തത് മാഡത്തിന്? അതിനപ്പുറം അവർ എന്ത് ചെയ്തു എന്നാണ് നിഷ? അതിനപ്പുറം അവർ എന്ത് ചെയ്തു എന്നാണ്? ഇവരൊരു പബ്ലിസിറ്റി ഫണ്ടല്ലേ ചെയ്യുന്നത്. ആക്ച്വലി ഇത്രയും പബ്ലിസിറ്റി, ഇത്രയും കോൺട്രവേഴ്സി വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് വേറെ നടിമാരില്ലേ? ഈ ലോകത്ത് ആരും ഉദ്ഘാടനത്തിന് പോകുന്നില്ലേ, അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നില്ലേ? ഇവർക്ക് മാത്രം എന്താണ് ഇത്ര ഒരു പ്രോബ്ലം വരാൻ കാര്യം? അപ്പൊ ശരി, അതൊരു ബിസിനസ് പൊതു ഇടത്തിൽ അവരെ അപമാനിച്ചതല്ലേ ബോബി ചെമ്മണ്ണൂർ? അല്ല, അങ്ങനെ അപമാനം ഉണ്ടായത് കൊണ്ടല്ലേ അവർ പ്രതികരിക്കേണ്ടി വന്നത്, അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത്? അത് ഒരു തവണയല്ല. അല്ല, പിന്തുടരുക വരെ ചെയ്തു ബോബി ചെമ്മണ്ണൂർ, പിന്തുടരുക വരെ ചെയ്തു അവരെ. അതായത് ഒരു തവണയല്ല അപമാനിച്ചത്, അവർ മറ്റൊരു ചടങ്ങിൽ കയറി വരുന്നു, ഇങ്ങനെ പലതും സംഭവിച്ചു. സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂകളിൽ അപമാനിച്ചു. അപ്പോൾ അവർക്കത് ബോധ്യമായെങ്കിൽ അവർക്ക് പരാതിപ്പെടാൻ അതിനുള്ള അർഹത അവർക്കുണ്ട്, അവർക്കത് പരാതിപ്പെട്ടു. അവർക്ക് അർഹതയില്ലെന്ന് ഞാൻ ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഒരു ബോബി ചെമ്മണ്ണൂരിനെ മാത്രമല്ല എടുത്ത് പറഞ്ഞോളൂ. എത്രയോ ബോബി ചെമ്മണ്ണൂർമാർ അവരെ ഒന്നും പറഞ്ഞിരിക്കും, അങ്ങനെ ഒന്നും അവർക്ക് കൊണ്ടില്ല. ഇപ്പൊ അവർക്ക് കൊണ്ടു, ശരി, അതിന് മനസ്സിലായി, അവർക്ക് വളരെയധികം ഹേർട്ടായി, ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരുടെ ബേസിക് ആയ ക്വാളിറ്റീസ്, അവരുടെ ബേസിക് ആയ ഒരു മോഡസ്റ്റി അവർ ലംഘിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ടോ ധരിച്ചു, എന്തുകൊണ്ടോ ചെയ്ത് ആരും ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ബട്ട് ഷീ ഹാസ് ടു ഫോളോ സർട്ടൻ തിങ്സ്. ഒരു പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ചില ബേസിക് ആയ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ചില ചർച്ചകൾ ഞാൻ കണ്ടു, മഞ്ജു വാര്യർ വളരെ വളരെ മനോഹരമായിട്ട് ഡ്രസ് ചെയ്ത് വരുന്നല്ലോ, അവർ വലിയ സ്റ്റാർ ആണ്, അയ്യോ മഞ്ജു വാര്യറിനെയും ഹണി റോസിനെയും നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരൊരു സ്ത്രീ അല്ലേ, അവരൊരു സ്റ്റാർ അല്ലേ? അല്ലെ, അതുപോലെ പല 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 സ്റ്റാറുകൾ, അനശ്വരി ആകട്ടെ, കുറെ സ്റ്റാറുകളാകട്ടെ, അവർക്കൊക്കെ ഇല്ലാത്ത പ്രശ്നം ഇവർക്ക് മാത്രം എന്താ? വളരെ മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കൊണ്ട് കൂടിയല്ലേ ഡോക്ടർ നിഷ? അവരെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടിയല്ലേ? അവരുടെ ഫോട്ടോ പല ആംഗിളുകളിൽ നിന്ന് എടുത്ത് അവരെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടി ഉണ്ടല്ലോ. അതിനെ ഞാൻ കുറച്ചു പറഞ്ഞത്, അതായത് അവസരം കൊടുത്തിട്ടല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ ശരി, അവർക്ക് നല്ല വൃത്തിക്ക് അറിയാം, അവർക്ക് വളരെ ബോധവതിയാണ് അവര്. തന്റെ ഫോട്ടോ, തന്റെ ഓരോ ഭാഗങ്ങളും, തന്റെ പ്രദർശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വളരെ വൾഗറായിട്ടും ലൈംഗികമായിട്ടും ആളുകൾ പ്രദർശിപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അടുത്തടുത്ത ഇനോഗ്രേഷൻ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ അങ്ങനെ പോകേണ്ട ആവശ്യം എന്താ? ശരി, അവർക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ, ഷീ ക്യാൻ ഗോ, നോബഡി ഈസ് സ്റ്റോപ്പിംഗ് എനിബഡി ടു ഗോ. പക്ഷേ എങ്കിൽ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടായിരിക്കണം. അവരുടെ മെന്റൽ ഹെൽത്തിൽ അവർ കുറച്ചും കൂടി കാര്യമായിട്ട് എടുക്കുകയും അത് അവർ കുറച്ചുകൂടി വർക്ക് ചെയ്യും. ശരി, ശ്രീ ശ്രീൽ പണിക്കർ, അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടിയാണ് ഡോക്ടർ നിഷ സംസാരിക്കുന്നത്.